CET ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഴ്സ് തുടങ്ങിയത് ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന ആളാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഇലക്ട്രോണിക്സ് കോഴ്സിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്നതാണ്. ആദ്യത്തെ 2 വർഷം കോമൺ ആയിട്ടായിരുന്നു എല്ലാവർക്കും. 62 അല്ല 62 PUC. ഫസ്റ്റ് ബാച്ചിൽ 33 പേരുണ്ടായിരുന്നു. 5 ലേഡീസും 28 ബോയ്സും. അന്നൊക്കെ ഈ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് ഐ എന്നുള്ള ഇതിലാണ് I1, I2, I3 എന്നുള്ള. സോ I1 I think I was in the B batch. അതന്ന് 250 സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, എല്ലാ ബ്രാഞ്ചസും കൂടെ ചേർത്തിട്ടുള്ള. പിന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നതുകൊണ്ട് ബേസിക്കലി ഇപ്പോഴത്തെ സീറ്റ ഹാൾ ഉണ്ടല്ലോ, സീറ്റ ഹാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് ഞങ്ങളുടെ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. 3rd ഇയറിലായപ്പോഴാണ് ഞങ്ങളുടെ അന്നും പക്ഷേ ക്ലാസ്സുകളൊക്കെ തന്നെ ആയിരുന്നു. ലാബ് മാത്രം പുറകിൽ ഹീറ്റ് എഞ്ചിൻസ് ലാബിൻ്റെ പുറകിലായിട്ടുള്ള ഒരു ചെറിയൊരു റൂം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് പ്രൊഫസർ വെങ്കിട്ടരാമൻ സാറിൻ്റെ നേതൃത്വത്തിലാണ്. സാറാണ് ആദ്യത്തെ പ്രൊഫസർ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പ്രൊഫസർ ആയത് MP നായർ സാറായിരുന്നു. MP നായർ സാറാണ് ഇപ്പോൾ ഉള്ള IHRD എന്നുള്ള സ്ഥാപനം സ്ഥാപിച്ചതും അത് ഈ നിലയിലൊക്കെ എത്തിച്ചതും സാറായിരുന്നു. അന്ന് BTech അല്ലായിരുന്നു, BSc എഞ്ചിനീയറിംഗ് എന്നുള്ള ഡിഗ്രി ആയിരുന്നു ജനറലായിട്ട് എഞ്ചിനീയറിങ്ങിന് കൊടുത്തിരുന്നത്. അപ്പോൾ PSc എഞ്ചിനീയറിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഡിഗ്രിയൊക്കെ. പിന്നീടാണ് അത് മാറ്റി. ഞങ്ങളൊക്കെ കൂടെ തന്നെ ഞങ്ങളുടെ ഫൈനൽ ഇയറൊക്കെ ആയപ്പം ഒരു സമരമൊക്കെ ചെയ്തു, കോഴ്സിൻ്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും നടന്നില്ല. അത് കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും ആഗ്രഹം അനുസരിച്ച് BTech ആയിട്ട് മാറ്റിയതാണ്. 65 സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് വാൽവിൻ്റെ അനാലിസിസ്. നിങ്ങൾ കമ്പ്യൂട്ടർ പോലും ഉണ്ടാവില്ല വാൽവ് എന്നുള്ളത്. ബിൽഡിങ്ങിൽ അത് ഷെഡായിരുന്നു, അന്ന് ലാബെല്ലാം വന്ന് ഷെഡായിരുന്നു, അതിൻ്റെ ഒരു പാർട്ടായിട്ടായിരുന്നു. പക്ഷേ അതിൽ പിന്നെ ലാബിലുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ബേസിക് ഇലക്ട്രോണിക്സും പറഞ്ഞ് ഞങ്ങൾ പഠിക്കുന്നത് വാക്യൂം ട്യൂബ്സാണ്, ഡയോഡ്, ട്രയോഡ്, പെൻറ്റോഡ്, അങ്ങനെയുള്ള ഇതാണ്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്സും ഒക്കെ അതിലാണ്. വാക്യൂം ട്യൂബ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അത് വെച്ചുള്ള ആംപ്ലിഫയർ ഡിസൈനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പോസ്റ്റ് ഡയറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ പോയിട്ട് പോസ്റ്റ് ഡയറ്റ് പഠിക്കുന്നു. അപ്പോൾ ഐ ഗോട്ട് ട്രെയിൻഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഞാൻ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു ട്രാൻസിസ്റ്റേഴ്സ്. എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനെയും വിളിച്ച് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ദെൻ വി സ്റ്റാർട്ടഡ് ട്രാൻസിസ്റ്റർ ലാബ്. Alshekhar was our mentor basically. He is such a knowledgeable, friendly person. ഇവരെല്ലാം ഫ്രഷ് ആയതുകൊണ്ട് ആ ഒരു കൾച്ചർ വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ദർ വാസ് നോ ഈഗോ, ദർ വാസ് നോ എന്താ പറയുക, ഒരു പ്രൊഫസർ സ്റ്റുഡൻറ്റ് ഒരു ഗ്യാപ്പൊന്നുമില്ല. ഐ വാസ് എ മെമ്പർ ഓഫ് ദി റിവ്യൂ കമ്മിറ്റി appointed by the electronics department to review the progress of electronics industry in every state. ഞാനാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് കെൽട്രോൺ സ്റ്റാർട്ട് ചെയ്തത്. റൈറ്റ് ഫ്രം ദി കൺസെപ്ച്വൽ സ്റ്റേജ് ഓഫ് കെൽട്രോൺ ഐ വാസ് ഇൻവോൾവ്. Electron started a new factory, controlled media of France, or Alpurele. They wanted instrumentation engineers. And our national wise advertisement, they couldn't get enough persons. Upon
Nambiar said, why don't you start a course in applied electronics and instrumentation? Then the government sanctioned the course. And then applied electronics and instrumentation started. അന്ന് നമുക്കാകുമ്പോഴാണ് ഒരു 3-4 ബ്രാഞ്ചല്ലേ ഉള്ളൂ. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അത്രയേ ഉള്ളൂ അന്ന്. അത് നമ്മൾ അന്നത്തെ ജോയിൻ ചെയ്യാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് പ്രിൻസിപ്പൾ എന്നെ ചോദിച്ചാൽ ഞാൻ ഇവിടെ TK പോയാൽ പോരായിരുന്നു. നമ്മൾ കൊട്ടാരക്കരയ്ക്ക് അടുത്താണ്. ഇതേ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് സോ ഗ്രേറ്റ് അബൌട്ട് ദിസ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇറ്റ് ഇസ് എ ന്യൂ ബ്രാഞ്ച്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അതെന്താ ഈ ബ്രാഞ്ച് എന്നുള്ളത്. സംതിങ് ന്യൂ എന്നുള്ള ഉണ്ടായിരുന്നുണ്ട്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് തുടങ്ങിയത് നന്നായിരിക്കും എന്നുള്ളൊരു സജഷൻസ് അന്ന് ഞങ്ങളുടെ ചെയർമാനായിരുന്നു നമ്പ്യാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു പ്രോഗ്രാം തുടങ്ങാമെന്നും പറഞ്ഞു വെച്ചത്. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊന്നും അറിയില്ല അതേട്ടോ. അത് നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ വല്ല കൺട്രോൾ പാനലിൽ കുറേ മൾട്ടിമീറ്റർ, ഡിജിറ്റൽ മീറ്റർ ഇതൊക്കെയാണെന്നുള്ളതാണ് ധാരണ. പക്ഷേ ഇത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇറ്റ് കവേഴ്സ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഓൾസോ എന്നുള്ളത് നമുക്ക് പിന്നെയാണ് മെഷർമെൻറ്റ് ആൻഡ് കൺട്രോൾ. I was very happy to, associate with their training program. ചിലപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കാറുണ്ടായിരുന്നു അവർക്ക്, ജനറൽ ഓറിയൻറ്റേഷൻ അങ്ങനെയൊക്കെയുള്ളപ്പോൾ. അന്ന് നമുക്ക് ഇതിന് ലിറ്റിൽ ബിറ്റ് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓൾസോ യൂസ് ഉണ്ടോ. ഈ ടോപ്പിക്ക് പഠിപ്പിക്കാനായിട്ട് ഇവിടെ CET-യിൽ അന്ന് സ്റ്റാഫില്ല. അന്ന് TK കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് 2 ടീച്ചേഴ്സ് സാറ്റർഡേസ് വരും. അപ്പോൾ ഞങ്ങൾക്ക് സാറ്റർഡേയും പോകണം. ഈ പറഞ്ഞ ഡേറ്റ അക്വിസിഷൻ സിസ്റ്റംസ് അന്ന് അത്ര വലിയ പോപ്പുലർ ആയിട്ടില്ല കോളേജ് ക്യാമ്പസിൽ. അതേസമയം അന്ന് കെൽട്രോൺ വാസ് ഡൂയിങ് എ ഗുഡ് ജോബ് ഇൻ ദാറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന അവിടെയാണ്. അപ്പോൾ ഇതുപോലെ സാറ്റർഡേ സൺഡേ ഓരോ ദിവസം വെള്ളയമ്പലത്തെ കെൽട്രോൺ ഹൗസില്ലേ, അവിടെ പോയിട്ട് അവിടുത്തെ എഞ്ചിനീയേഴ്സാണ് അതിൻ്റെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പുതുമയുണ്ടായിരുന്നു. ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് തൃശ്ശൂർ തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് എക്യുപ്മെൻറ്റ് കൊണ്ടുപോയി അവിടെ വെച്ച് വേറെ പഠിപ്പിച്ചത്. ഇതിനൊക്കെ ഇവിടെ മൈക്രോവേവ് ലാബ്, ഈ ലാബിനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മൈക്രോവേവ് സോട്ട്സൊക്കെ അല്ലേ, ഇതൊക്കെ അന്ന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഹൈ ഫ്രീക്വൻസി ഓസിലോസ്കോപ്പൊക്കെ, 100 MHz ഓസിലോസ്കോപ്പൊക്കെ അന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. സ്പേസ് ഉണ്ടെങ്കിലും എക്യുപ്മെൻസിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക ബിൽഡിംഗ് വന്നെങ്കിലും അവിടെയും ലാബുകളിലൊക്കെ എക്യുപ്മെൻറ്റിൻ്റെ അപര്യാപ്തത ശരിക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രദ്ധ കൂടിയതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ കിട്ടിയില്ല, ഗവൺമെൻറ് ഫണ്ടിങ് കുറവായിട്ടുണ്ട്. അപ്പോൾ അതിന് വന്നപ്പോൾ നമ്മൾ ഒരുപാട് സഫർ ചെയ്തു. നമ്മുടെ കോളേജ് ഒരു ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് ഈ ഫണ്ടിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ കുട്ടികൾ തന്നെ കുറേ സ്മോൾ എക്യുപ്മെൻറ്റ്സ് കുട്ടികൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. എല്ലാവർക്കും ആവശ്യത്തിനുള്ള എക്യുപ്മെൻ്റ് എല്ലാം ഇല്ലായിരുന്നു. പിന്നെ അത് ഷെയർ ചെയ്തൊക്കെ ചെയ്യണമായിരുന്നു. അന്ന് പ്രത്യേകിച്ച് പവർ സപ്ലൈ, ഫങ്ഷൻ ജനറേറ്റർ, ഈവൻ ഓസിലോസ്കോപ്പ് വരെ വാങ്ങിച്ചിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കോമ്പണൻസ് ഒക്കെ വാങ്ങുമായിരുന്നു പിള്ളേർ. കാരണം നമുക്ക് കൊടുക്കാൻ ഫണ്ടില്ലാതെ, ഗവൺമെൻറ് ഫണ്ടില്ലാതെ വന്നു. പിന്നെ അതിനകത്തൊരു അഡ്വാൻറ്റേജും ഉണ്ട്. ഈ ഉള്ള സൗകര്യം വെച്ച് മാക്സിമം എങ്ങനെ ചെയ്യാമെന്ന് സ്റ്റുഡൻസ് നോക്കി പഠിക്കുമായിരുന്നു. In 1995, the Swiss government gave a large amount of money to the government of India promoting technology education in the country. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടാക്കി. ആ ടീം കേരളത്തിൽ വന്നു. REC പോയി, ആൻഡ് അവർ കോളേജ് ഓൺലി ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ വന്നു. എന്നിട്ട് വി ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് ദം. അത് ഇന്ത്യയിലെ ഒരു 10 ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ സെലക്ട് ചെയ്തു. അത് വി ബിക്കേം വളർന്നു. അങ്ങനെ ദേ ഗേവ് us the project called the ശിവരാമൻ എന്നൊരു ഒരു സാറുണ്ടായിരുന്നു. സാറ് ഇവിടെ HOD ആയിരുന്നു, പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. സാറ് ആണ് പ്രസൻറ്റേഷനൊക്കെ പോയത് ഇമ്പാക്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് പോലെ കൊടുത്ത് അവർ സെൻട്രൽ ഗവൺമെൻറ് പ്രസൻറ്റേഷൻ നടത്തി അവിടെ വെച്ച് ഡൽഹിയിലെ വെച്ചാണ് സെലക്ട് ചെയ്തു. അതിനെ സെലക്ട് ചെയ്ത കോളേജുകളിൽ നമ്മൾ വന്ന്
നമ്മൾ അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന്. എല്ലാ കോളേജിനും ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ അവരെ ഡെവലപ്പ് ചെയ്ത് തന്നതാണ് സാധനങ്ങൾ. ഒരുപാട് എയ്ഡ് തന്നിരുന്നു, ക്യാഷ് വൈസും എക്യുപ്മെൻറ്റ് വൈസും അല്ലാതെയും. അതായത് നമ്മൾക്ക് എക്യുപ്മെൻ്റൊക്കെ വാങ്ങിക്കാനുള്ള ഫണ്ട്, അതല്ലാതെ തന്നെ എക്യുപ്മെൻറ്റ് ഡയറക്റ്റായിട്ട് തന്നിരുന്നു. അതിനകത്ത് വേറൊരു കമ്പോണൻ്റ് ഉണ്ടായിരുന്നത് ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് എന്നും പറഞ്ഞൊരു സ്കീമുണ്ടായിരുന്നു. അതായത് ഓരോ എൻജിനീയറിംഗ് കോളേജിലുമുള്ള ഈ സെലക്ടഡ് എൻജിനീയറിംഗ് കോളേജിലുള്ളവരെ അവരവർ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റിൽ ഇവിടുത്തെ സിലബസ്, അതായത് ബിടെക്കിൻ്റെ സിലബസ് അനുസരിച്ച് ഉള്ള സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള സ്കീം, അതെല്ലാം ഈ കോഴ്സ് കണ്ടക്ട് ചെയ്തിരുന്നത് IISc ബാംഗ്ലൂരായിരുന്നു. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇൻഫാക്റ്റ് പോലെ തന്നെ അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പ്രോസസ് കൺട്രോൾ ലാബ് അന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ 88 ആയിരിക്കണം ആ പ്രോസസ് കൺട്രോൾ ലാബ് വന്നത്. ഞങ്ങൾ പഠിക്കുമ്പോഴേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് എൻ്റെ ഓർമ്മയിൽ അത് കണ്ടൻസാറാണ്. അപ്പോൾ ആ തരത്തിലൊരു മോഡേണൈസേഷൻ CETയിലും ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം തൊട്ടേ ഉണ്ട്. സാധാരണ ലെവലിൽ നിന്ന് ഒരുപടി അപ്പുറത്തുള്ള ചില ലാബുകൾ, പിന്നെ പവർ ഇലക്ട്രോണിക്സ് ലാബുകൾ കണ്ടിട്ടുണ്ട്, പേൾ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അത് MR ബൈജു സാറായിരുന്നു ആ ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇത്തരത്തിൽ സാധാരണ നിലയിൽ നിന്ന് ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു CET ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ കാലത്തും. ഇപ്പോഴും അത് തുടരുന്നു. ഈ ഇമ്പാക്റ്റ് പ്രോജക്റ്റിൽ മെയിൻ പാർട്ട് വഹിച്ചിരുന്നത് സ്വിറ്റ്സർലൻഡായിരുന്നു. അവരുടെ മാനേജ്മെൻറ്റ് ഭയങ്കരമാണ്. അപ്പോൾ അവർ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഫണ്ടിങ് ഇങ്ങനെ വേൾഡ് ബാങ്കിൻ്റെ ഫണ്ടിങ് വന്നിട്ട് അതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിലാണ് പോകുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സിലാണ് അത് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം അവരാണ് ഈ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ഈ അഡ്മിനിസ്ട്രേഷന് തന്നെ ഈ അവർ അലോട്ട് ചെയ്യുന്ന ഫണ്ടിൽ ഒരു നല്ല ഭാഗം അവിടെ പോകുന്നു. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് അവർ തരുന്ന എന്തിനു വേണ്ടിയാണ് അവർ പൈസ തരുന്നത്, അതിനു വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അത് തൽക്കാലം നിർത്തിയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരുന്ന കോളേജുകളിൽ ബെസ്റ്റ് പെർഫോമിംഗ് കോളേജസ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടി മാത്രം ഒരു നെറ്റ്വർക്ക് പ്രോജക്റ്റ് എന്നും പറഞ്ഞ് തുടങ്ങാൻ തീരുമാനിച്ചു. ഇമ്പാക്ട് പ്രോജക്റ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു. ഇമ്പാക്ട് പ്രോജക്റ്റിൻ്റെ കണ്ടിന്യൂഷനിൽ അതിലെ കുറച്ച് കമ്പോണൻസ് മാത്രം, നെറ്റ്വർക്കിങ്, അതുപോലെ തന്നെ അസോസിയേഷൻ, പിന്നെ ട്രെയിനിങ്, അങ്ങനെയുള്ള കുറേ കമ്പോണൻസ് മാത്രം എടുത്തിട്ട് അതിന് ഒരു സ്പെഷ്യൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരത്തക്ക രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റാണ് നെറ്റ്വർക്ക് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ നടത്താനായിട്ട് ഒരു നല്ല ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ, അഹമ്മദാബാദിലുള്ള ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിച്ചു. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഈ ഇമ്പാക്റ്റ് പ്രോജക്റ്റിൻ്റെ സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത കോളേജസുകൾ മിക്കവാറും സൗത്ത് ഇന്ത്യയിലായിരുന്നു. നല്ലത് ഒന്ന് CET ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ PSG കോയമ്പത്തൂർ, IISc ബാംഗ്ലൂർ, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി കോളേജ് ഹൈദരാബാദ്, ഈ 5 ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്നിട്ട് അടുത്ത SDCയുടെ സ്വിസ് ഡെവലപ്മെൻറ്റ് ഏജൻസി തന്നെ ഫണ്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു നെറ്റ്വർക്ക് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ചേഞ്ച് ഏറ്റവും തോന്നുന്ന നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള കോളേജുകളിലൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ലാത്ത ഒരു ഫെസിലിറ്റി ആയിരുന്നു. ഒരു ഐ ബാൻഡ് വിത്ത് കണക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ കുറേ അതിനുള്ള അസോസിയേറ്റഡ് എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ പ്രോജക്റ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇൻ്റർനെറ്റ് വരെ നമ്മൾ ഇലക്ട്രോണിക്സിലാണ് ആദ്യം നമ്മൾ എടുത്തത്. കോളേജിൻ്റെ ഇമെയിൽ, പ്രിൻസിപ്പളുടെ ഇമെയിലൊക്കെ ആ സെർവറിലാണ് ഓടിക്കൊണ്ടിരുന്നത് കുറേ കാലം. സെർവറുകൾ ആ ലെവലിലുള്ള മെഷീൻസ് നമുക്ക് വാങ്ങിക്കാൻ ഉള്ള ഫണ്ട് നമുക്ക് ഇമ്പാക്റ്റിൽ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം ആയതുകൊണ്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഡിപ്പാർട്ട്മെൻ്റൽ ലൈബ്രറി തുടങ്ങാനായിട്ട് അതായിരുന്നു ഒരു കാര്യം. അപ്പോൾ ശരിക്കൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ട എക്യുപ്മെൻറ്റും ലൈബ്രറിയും പിന്നെ സ്റ്റാഫിൻ്റെ സ്റ്റാൻഡേർഡും എല്ലാം ഈ ഇമ്പാക്റ്റ് പ്രോജക്റ്റ് കൊണ്ട് ഉയർത്താൻ പറ്റും. അത് പിന്നെ നമ്മൾക്ക് കിട്ടിയ ഒരു വലിയൊരു
അനുഗ്രഹമായിരുന്നു. 88 സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾ ആസ് സ്റ്റുഡൻസ് നമുക്ക് അന്ന് ആ പ്രോജക്റ്റ് ഉണ്ടെന്ന് അറിയില്ല. പിന്നീടാണ് ഇമ്പാക്ട് പ്രോജക്റ്റിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ അറിയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഒരിക്കൽ CET വരുമ്പോൾ എന്താ ഈ പറഞ്ഞ ഇൻ്റർനെറ്റൊക്കെ തുടങ്ങുന്ന കാലത്താണ്. ഇൻ്റർനെറ്റിന് ഡയലപ്പ് നമ്മളൊക്കെ കണക്ഷൻ എടുക്കുന്ന ഡയലപ്പ് കണക്ഷനാണ്. അപ്പോൾ ഫോൺ വഴിക്ക് ഇങ്ങനെ പോയി കണക്ട് ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ അറിയും. ആ ഒരു നെറ്റ്വർക്കിൽ കയറി കണക്ട് ചെയ്യുന്നതൊക്കെ അങ്ങനെ ആ സമയമാണ്. പക്ഷെ അന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ലീസ് ലൈൻ എന്ന് പറയുന്നതാണ് അന്ന് വലിയ സംഭവം. അന്നേരം ലീസ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഇത്ര സമയമൊന്നും എടുക്കത്തില്ല, ഡയൽ ചെയ്ത് അങ്ങനെ പോകണ്ട. അപ്പോൾ ആ ലീസ് ലൈൻ ഇൻ്റർനെറ്റൊക്കെ CET വരുന്നു. പിന്നെ ലാബുകളൊക്കെ ഒരുപാട് മാറ്റം വരുന്നു. അപ്പോൾ അത് ഇമ്പാക്ട് പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരുപാട് മുന്നിലെത്തിച്ചു. പക്ഷേ അന്നൊരു കണക്ക് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ, ഒരു അസസ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ മറ്റ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളെക്കാളൊക്കെ ഒരുപാട് ആയിരുന്നു അന്ന് CET ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഒരുപാട് അധ്യാപകരുടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. അതിലൊരു ഗ്രൂപ്പ് ഓഫ് അധ്യാപകർ അതിനു വേണ്ടി ഇമ്പാക്ട് പ്രോജക്റ്റിന് വേണ്ടി ആ പ്രോജക്റ്റ് കൊടുക്കുകയും അത് ഡൽഹിയിലൊക്കെ പോയി പ്രസൻറ്റ് ചെയ്യുകയും അതൊരു സീരീസ് ഓഫ് ഒരുപാട് എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ നല്ല ഓർമ്മയുണ്ട്, വളരെ കൃത്യമായ ഓർമ്മയുണ്ട്. അവിടുന്ന് ചാവടി ബുക്ക് ചെയ്യുന്നൊരു ഓട്ടോ പിടിച്ച് അവിടെ എത്തുന്നതും അന്നേരം ഈ കോളേജ് കണ്ട നമ്മുടെ അതിൻ്റെ ഒരു ഇപ്പോഴും ഓർമ്മയുള്ളത് മനസ്സിൽ തങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു മാഗ്നിഫിഷ്യൻസ് കണ്ടിങ്ങനെ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു എലഗൻസ് ഉണ്ടല്ലോ. ആ എലഗൻസ് ഒക്കെ കണ്ട ആദ്യമേ ഒരു വളരെ അത്ഭുതവും സന്തോഷമൊക്കെ വരികയാണ്. കോമൺ ഫെസിലിറ്റീസൊക്കെ മെയിൻ ബിൽഡിങ്ങിലാണ്, മറ്റേ ബ്രാഞ്ചസിനൊക്കെ വലിയ ക്ലാസ് റൂമാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ക്ലാസ് ചെറുതായിരിക്കും, ലാബ് ഫെസിലിറ്റീസ് കുറവായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സൊക്കെ നമ്മൾ മെയിൻ ബിൽഡിങ്ങിലാണ് നടത്തിക്കൊള്ളുന്നത്. മെയിൻ ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഇയർ ക്ലാസ്, അത് ക്ലാസ് റൂംസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് 2 ക്ലാസ്സിൻ്റെ അപ്പർ ഇലക്ട്രോണിക്സിൻ്റെ 2 ക്ലാസ് റൂം മെയിൻ ബിൽഡിങ്ങിലായിരുന്നു. അപ്പോൾ തേർഡ് ഇയർ വരുമ്പോഴേ അല്ലെങ്കിൽ തേർഡ് സെമസ്റ്റർ വരുമ്പോഴേ നമ്മൾ കുട്ടികളെ ശരിക്കും എല്ലാവരും കാണത്തുള്ളൂ മെയിനായിട്ട്. മറ്റേത് ഫസ്റ്റ് ഇയർ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മാത്രമേ ഈ കുട്ടികളെ കാണത്തുള്ളൂ. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളൊന്നും ഡിപ്പാർട്ട്മെൻറ്റിലല്ല, മെയിൻ ബിൽഡിങ്ങിലാണ്. പക്ഷെ ഡിപ്പാർട്ട്മെൻറ്റ് കാണാൻ കൊണ്ടുപോയത് അതും നമുക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ആ ഒരു ഒക്ടഗണൽ ഷേപ്പിലുള്ള ആ ഒരു റൗണ്ടായിട്ടുള്ള ബിൽഡിങ്, നടുക്ക് ഗാർഡനും, അത് നല്ലൊരു നിറയെ കാറ്റും. അന്ന് ഫ്രണ്ടിൽ കാറ്റാടി മരങ്ങൾ, ഇപ്പോഴും ആ കാറ്റാടി മരങ്ങൾ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കാറ്റും. രണ്ടാമത്തെ ബിൽഡിംഗ് വരാൻ വേണ്ടിയിട്ട് ആ സമയത്തുണ്ടായിരുന്ന HOD ഡേവിഡ് സാറാണ് അതിന് വേണ്ടി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത്. സാറിൻ്റെ ശ്രമഫലമായിട്ടാണ് രണ്ടാമത്തെ ബിൽഡിംഗ് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും ആ സമയത്തുണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും അതിന് വേണ്ടിയിട്ട് പല രീതിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. PWD നമ്മൾ സാങ്ഷൻ കിട്ടുന്നതിനാണെങ്കിലും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് സ്റ്റാഫ് തന്നെയാണ് അന്നെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്തതും. ബിൽഡിംഗ് സക്സസ് ആകുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും ഓരോ ബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബ്ലോക്കുകൾ പണിയണമെങ്കിൽ അതിൻ്റെതായ ചില പ്രൊസീജിയറുണ്ട്. അതല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അത് നല്ല ഒരു ചേഞ്ചായിരുന്നു അത്. ഈ ഫണ്ട് ആദ്യം തന്നിട്ട് കുറേ കാലം വെറുതെ കിടന്നു. കാരണം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാനുള്ള ഓർഡേഴ്സൊന്നും ആയിട്ടില്ല. കാരണം ഗവൺമെൻറ് ഓഫ് കേരള അത് എക്സ്പെൻഡിച്ചർ ചെയ്യാവുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇമ്പാക്റ്റിന് വേണ്ടി അത് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതി കുറേ അത് ഡിലേ വന്നു. അപ്പോൾ അതുവരെയും ഈ ഫണ്ട് സ്റ്റാൻഡ് ബാങ്കിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അതിന് നല്ല ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ അവസാനം വന്നപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് തന്നെ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ലാസ്റ്റിലായപ്പോൾ പ്രോജക്റ്റ് തീർന്ന് എല്ലാം നമ്മൾ പ്രസൻറ്റേഷനൊക്കെ ആയപ്പോൾ ഈ ഫണ്ട് എന്ത് ചെയ്യണമെന്ന് അവർ അലവ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഞങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്തോളാന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഈ പഴയ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കുള്ള മറ്റേ
ചെയ്യാൻ തുടങ്ങിയത്. ഇതുപോലെ ധ്വനി 20 ദിവസങ്ങൾ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഫങ്ഷൻസൊക്കെ വരുമ്പോൾ, ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഫൗണ്ടൈൻ വർക്ക് ചെയ്യുക. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ പ്രിൻസിപ്പളായിരുന്നു അവിടെ. അപ്പോൾ ഞാനത് വളരെ പ്രഷറൈസ് ചെയ്ത് ഗവൺമെൻറ് പ്രഷറൈസ് ചെയ്ത് ഈ ബ്ലോക്ക്, ഈ സ്ഥലത്ത് ഇലക്ട്രോണിക്സിന് ഒരു ബ്ലോക്ക് 4 നില ഒരു ബ്ലോക്ക് പണിയാനായിട്ട് ഉണ്ടായിരുന്നു. അത് ഗവൺമെൻറ് സാങ്ഷനും ഫണ്ട് അലോട്ട്മെൻറ്റൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ കുറേ ഡിലേ വന്നു. അതിനിടയ്ക്ക് വേറെ ഈ പ്രൊഡക്ഷൻ്റെ ബ്ലോക്ക്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബ്ലോക്ക് പണിയാൻ വന്നു. അപ്പോൾ ഫണ്ട് അങ്ങോട്ട് അലോട്ട് ചെയ്ത്, ഫണ്ട് അലോട്ട്മെൻറ്റ് കുറച്ച് സ്ലോ ആയി. അപ്പോൾ ആ സമയത്ത് ഫിനാൻഷ്യലി ഗവൺമെൻറ്റും വളരെ സ്ട്രിക്റ്റ് ചെയ്തു. കാരണം എല്ലാ കോളേജിലെയും ഫണ്ട് വേണമായിരുന്നു. അതിനെല്ലാം ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്ര വലിയ ഒരു എമൗണ്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് സ്ലോ ആയിപ്പോയി. ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലം ഇനാഗറേറ്റ് ചെയ്തു. മെമ്മറബിൾ മൊമെൻറ്റ്സ് കുറച്ചായിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള, കാരണം 4 കൊല്ലത്തെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ പറഞ്ഞുള്ള ദിശയുടെ ഞങ്ങൾ ഫസ്റ്റ് വന്നത് അത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. ആ ഒരു മൊമെൻറ്റ് മാത്രമല്ല, അത് ആ ദിശയിൽ കപ്പ് കിട്ടാൻ ഞങ്ങളെടുത്തൊരു എഫോർട്ട്, അതിനു വേണ്ടി ഉറക്കമില്ലാതെ പ്രാക്ടീസ് ചെയ്യും, സ്ക്രിപ്റ്റ് എഴുതുകയും അങ്ങനെ ചെയ്ത ഒരുപാട് മൊമെൻറ്റ്സ്. പിന്നെ ഒരുപാട് നല്ല റിലേഷൻസ് ഞങ്ങൾ ആ ഒരു മൊമെൻറ്റിലാണ് ഉണ്ടാക്കി. അത്രയും കൊല്ലം, അതായത് ഏകദേശം ഒരു 12 കൊല്ലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും കൊല്ലത്തോളം ഈ ദിശ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഒരു കുത്തക പോലായിരുന്നു. ഏറ്റവും വലിയ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എല്ലാ ഇവൻറ്റ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലും അതുപോലെ അപ്ലൈഡ് ഇലക്ട്രോണിക്സിലും രണ്ടിലും ഞങ്ങൾ മൊത്തത്തിൽ വരുമ്പോൾ ഏകദേശം ഒരു 120 ആളുകളോളം ഉള്ളൊരു സ്ട്രെങ്തിനെ നമുക്ക് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ഓരോരുത്തരും എന്തൊക്കെ തരത്തിലുള്ള പല കഴിവുള്ള ആൾക്കാർ കാണും, പല തരത്തിൽ കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ എന്തൊക്കെയാണ് ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുന്ന നമ്മൾ ദിശയിലാണ്. ഓരോരുത്തരും മത്സരിക്കുമ്പോൾ ഇവൻ ഇതൊക്കെ ചെയ്യുമോ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ ഓരോരുത്തരും മത്സരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കേസിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വളരെ ഒരു അത്ര ഉറച്ചൊരു ഇതുണ്ടായിരുന്നു, ഒരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കും, നല്ല രീതിയിൽ തന്നെ പങ്കെടുക്കും, കിട്ടിയ മാക്സിമം കപ്പ് എടുക്കുമെന്ന് തന്നെയുള്ളൊരു ഇതുണ്ടായിരുന്നു. കപ്പടിച്ച മൂവ്മെൻ്റ് ഇപ്പോഴും അതിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ ആ സമയത്ത് ഫേസ്ബുക്കിൽ കുറേ നാൾ കവർ ഫോട്ടോ ആയിരുന്നു അത്. ഞങ്ങൾ കപ്പെടുക്കുന്നു, ഞങ്ങൾ സ്റ്റേജിൽ ഇങ്ങനെ ചാടി ഇറങ്ങുന്നു. അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. ആ ഒരു മൊമെൻറ്റ് ഭയങ്കര ഇതായിരുന്നു. കാരണം നമ്മൾ എങ്ങനെ കുറച്ച് പേര് ഇലക്ട്രോണിക്സിലുണ്ട്, അവർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു നേഴ്സ് മാത്രമല്ല എന്ന് കാണിച്ചു കൊടുത്തൊരു സമയമായിരുന്നു. ഈ ഒരു മൊമെൻറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും. വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. 4 കൊല്ലം മാക്സിമം ഫ്രണ്ട്സോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക കോളേജിൽ. കാരണം ഒരുപാട് വെന്യൂസ് ഉണ്ട്. കാരണം നമ്മൾ ഒരുപക്ഷെ നമ്മളെ തിരിച്ചറിയുന്നത് ഈ ക്യാമ്പസ് വെച്ചായിരിക്കും. അത് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ക്ലാസ് ഇരുന്നുകൊണ്ട് മാത്രമായിരിക്കുന്നില്ല തിരിച്ചറിയുന്നത്, മറ്റു പല പ്രോഗ്രാംസിൽ എൻഗേജ് ആകാൻ പറ്റുക. അത് ലൈഫിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് പോകുമ്പോൾ ഒരു റിഗ്രറ്റ് ഇല്ലാതെ പോവുക, ഞാൻ ഇത് ചെയ്തില്ല അത് ചെയ്തില്ല അങ്ങനെയുള്ള ഒരു റിഗ്രറ്റും ഉണ്ടാവില്ല. എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. And for the first time in the last 15 years, electronics with one. Started with tubes and ended with new developments like artificial intelligence. Continuous ആയിട്ട് സ്റ്റുഡൻ്റ് ആയിട്ട് ത്രൂ പഠിക്കാൻ തയ്യാറെങ്കിൽ യു വിൽ നോട്ട് ബി എ സക്സസ്ഫുൾ ഇലക്ട്രോണിക് എഞ്ചിനീയർ. എത്രയധികം എൻ്റർപ്രണേഴ്സാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് അറിയുമ്പോൾ വളരെ അത്ഭുതം തോന്നും. നിരവധി സ്ഥാപനങ്ങൾ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട്.
അപ്പം അങ്ങനെ രാജ്യ പുനർനിർമ്മാണത്തിന് വളരെയധികം നിർണായകമായ ഒരു സ്ഥാനം വഹിച്ചിട്ടുണ്ട്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ മുതൽ 5G വരെ എത്തി നിൽക്കുന്ന നമ്മുടെ ഈ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷനിലെ ഡെവലപ്മെൻറ്റിൽ നമ്മുടെ കോളേജിൽ നിന്നും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവരുടെ മികച്ച സേവനം നൽകി വരുന്നുണ്ട്. നമുക്കിനിയും കൂടുതൽ ഉയർച്ചയിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. behind the scenes.